നമസ്തേ, സ്വാമിയേ ശരണമയ്യ. ശബരിമല ആരുടെയും സമാധിസ്ഥാനമല്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സമാധിസ്ഥാനമല്ല. സമാധി എന്ന് പറഞ്ഞാൽ മരണമെന്നല്ല അവസ്ഥ, മരണമെന്നല്ല അർത്ഥം. മരിച്ചിരിക്കുന്ന അവസ്ഥയല്ല സമാധി. സമാധി അഷ്ടാംഗ യോഗത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പദവിയാണ്. ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ധ്യാന ഏകാഗ്ര തലമാണ് സമാധി. എങ്ങനെയാണ് ആ സമമായിരിക്കുന്ന ധീ എന്ന് പറഞ്ഞാൽ ബുദ്ധിയാണ്. ആ സമമായിരിക്കുന്ന ബുദ്ധിയിലേക്ക് നമ്മൾ എത്തുന്നത്? ആർക്ക് സമമായിട്ടുള്ള ധീയാണ്, ബുദ്ധിയാണ് നമുക്ക് കിട്ടുന്നത്? ഈ മഹാവൈഷ്ണവ ശക്തിയുടെ, മഹാവൃക്ഷ പ്രകൃതിയുടെ സത്വഗുണത്തിന് കാരണമായിരിക്കുന്ന ഈ ഹരിത ലോകത്തിൻ്റെ, ഈ വൈഷ്ണവ ശക്തിയുടെ തുല്യമായിട്ടുള്ള സാത്വിക ഗുണം, അതാണ് സമാധി, ഏകാഗ്രമായിരിക്കുന്ന അവസ്ഥ. ധ്യാനത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു തലം അത് വൈഷ്ണവ തലമാണ്. സസ്യലോകത്തിൻ്റെ തലം, മഹാവൃക്ഷ പ്രകൃതിയുടെ തലം. എന്താണ് മഹാവൃക്ഷ പ്രകൃതിയുടെ ആ ഏകാഗ്രമായിരിക്കുന്ന ധ്യാനാവസ്ഥയുടെ തലം? നട്ടവനെയും നനച്ചവനെയും നട്ടം തിരിഞ്ഞെത്തുന്നവനെയും വെട്ടാൻ നിൽക്കുന്നവനെയും ഒന്നും തിരിച്ചറിയാതെ എല്ലാവർക്കും സമമായിട്ട് തണലേക്കുന്ന, ഫലമേക്കുന്ന, ആ സത്വഗുണമുള്ള വായുവേകുന്ന, ജീവനാംശമേക്കുന്ന ആ ഗുണം. വികാര, വിചാര, വിദ്വേഷ, വിപരീത വൈരാഗ്യങ്ങളൊന്നുമില്ലാത്ത, എല്ലാത്തിനെയും സമമായി കാണുന്ന ധ്യാനാവസ്ഥയിലുള്ള ഒരു തലം, അതാണ് സമാധി. വിഷ്ണുവിന് തുല്യമായിരിക്കുന്ന, സമമായിരിക്കുന്ന ബുദ്ധി. ആ സമമായിരിക്കുന്ന ധീയിലേക്ക് വൈഷ്ണവ ശക്തിക്കൊപ്പം, മഹാവൃക്ഷ പ്രകൃതിയുടെ പരിപാലനത്തിന് വേണ്ടിയിട്ട് വൈഷ്ണവ ശക്തിക്കൊപ്പം ആർജിച്ചെടുത്ത ജ്ഞാനമായിട്ടുള്ള ഒരു പദവിയാണ്. ജ്ഞാനത്താൽ ഉയർന്ന ഒരു തലത്തിലേക്ക് എത്തുമ്പോഴാണ് അവിടെ സമാധി എന്ന് പറയുന്നത്. നൈഷ്ഠിക ബ്രഹ്മചര്യ വ്രതത്താൽ ആ ധ്യാനത്തിൻ്റെ രൂപത്തിൽ ആയിത്തീരുന്ന ഒരു തലമാണ് സമാധി എന്ന് പറയുന്നത്. മണികണ്ഠനും അങ്ങനെയാണ്. മഹാവൃക്ഷ പ്രകൃതിയുടെ സംരക്ഷണത്തിന് വേണ്ടി കൽപ്പവൃക്ഷായ നമ, മഹാവൃക്ഷ പ്രകൃതിയെ നമ, വൃക്ഷായ നമ എന്നീ പറയുന്ന മന്ത്രങ്ങളിലൂടെ 18 പൂങ്കാവനങ്ങളുടെയും സംരക്ഷണത്തിന് വേണ്ടി മഹാവൈഷ്ണവ ശക്തിയുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് മഹാവൈഷ്ണവ അവതാരമായി തന്നെ മാറി മഹാവൈഷ്ണവ ശക്തിയുടെ ആ സമമായിരിക്കുന്ന ധീയിലേക്ക് ഉയർന്നു ഒരു നിർദ്ദിഷ്ടമായിരിക്കുന്ന കാര്യത്തിന് വേണ്ടി അറിവിനെ സ്വീകരിച്ചുകൊണ്ട് സമാധിസ്ഥനാകുന്ന അവസ്ഥ, അതാണ് സമാധി. അതാണ് സമാധി തലം. അതല്ലാതെ ആത്മാവ് പോയി, ജീവൻ പോയി, ശരീരം പോയി, മരിച്ചു എന്നല്ല അതിനർത്ഥം. ധീ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ബുദ്ധി ഉണ്ടാവണം. ബുദ്ധി എന്തിൻ്റെ വൈഭവമാണ്? ആത്മാവിൻ്റെ വൈഭവം അല്ലേ? ധീ എന്ന് പറഞ്ഞാൽ ബുദ്ധിയാണ്. ആ ബുദ്ധിയെ മനനം ചെയ്യണമെങ്കിലോ മനസ്സ് വേണം. ഇത് രണ്ടും ശരീരത്തിലാണുള്ളത്. ശവമായിരിക്കുന്ന അവസ്ഥയിലല്ല, ശിവത്വത്തിലാണ് ഇത് രണ്ടും ഇരിക്കുന്നത്. സമാധി മരണമാണെങ്കിൽ സമാധി എന്ന് പറയുന്ന മരണാവസ്ഥയിൽ ധീ ഉണ്ടാവുമോ? ബുദ്ധി ഉണ്ടാവുമോ? ഇല്ല. സമാധി നിഷ്ഠൻ എന്ന് പറഞ്ഞാൽ മഹർഷിയാണ്. ധ്യേയവസ്തുവിൽ തന്നെ, ബ്രഹ്മത്തിൽ തന്നെ ചിത്തത്തെ ഉറപ്പിക്കുന്ന അവസ്ഥ. നിർദ്ദിഷ്ടമായ നൈഷ്ഠികപരമായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയാണെങ്കിൽ ആ കാര്യത്തിൽ തന്നെ ചിത്തത്തെ ഉറപ്പിച്ച്, ധ്യേയവസ്തുവിൽ തന്നെ ചിത്തത്തെ ഉറപ്പിച്ച് സമധീയായിരിക്കുന്ന അവസ്ഥ. വൈഷ്ണവ തുല്യമായിരിക്കുന്ന, ഹരിതലോക തുല്യമായിരിക്കുന്ന, വിഷ്ണുവിന് തുല്യമായിരിക്കുന്ന അവസ്ഥ, അതാണ് സമാധിസ്ഥൻ എന്ന് പറയുന്നത്. നിഷ്ഠയുള്ളവൻ, സമാധാനം എന്ന് പറയില്ലേ, സമാധാനം എന്ന് പറയുന്ന അവസ്ഥ. അതല്ലാതെ മരിച്ചതിന് ശേഷമുള്ള അവസ്ഥയല്ല സമാധി. സമാധിസ്ഥനായവർക്ക് പോകാൻ പറ്റുന്ന ഇടങ്ങളാണ് ക്ഷേത്രങ്ങൾ. എന്ന് വെച്ചെന്നാൽ വൈഷ്ണവ തുല്യരായിട്ടുള്ള, മഹാവൈഷ്ണവ ശക്തിയുടെ തുല്യമായിട്ടുള്ള സാത്വിക ഗുണങ്ങളുള്ളവരുടെ പ്രവേശന പ്രദക്ഷിണ പദമാണ് ക്ഷേത്രം. അല്ലാതെ മരിച്ചവരെ കുഴിച്ചിടുന്ന ഇടമല്ല ക്ഷേത്രം. ജീവനെ ക്ഷേമപ്പെടുത്തുന്ന ഇത്തരം ക്ഷേത്രയന്ത്രങ്ങൾ നിലനിൽക്കുന്ന ഒരു സ്ഥലവും ശവാലയങ്ങളല്ല, ശിവാലയങ്ങളാണ്. ശവാലയങ്ങളിൽ ക്ഷേത്രമുണ്ടാവില്ല. ജീവനെ ക്ഷതത്തിൽ നിന്നും ക്ഷയത്തിൽ നിന്നും ത്രാണനം ചെയ്യിക്കുന്ന ഇത്തരം ക്ഷേത്ര സങ്കേതങ്ങളിൽ ഒരിക്കലും ശവാലയങ്ങളുണ്ടാവില്ല, എല്ലാം ശിവാലയങ്ങളാണ്. എത്ര വലിയ തന്ത്രി മരിച്ചാലും
അത് ഏത് ഇല്ലത്തെ തന്ത്രി മരിച്ചാലും എത്ര വലിയ രാജാവ് മരിച്ചാലും ആ രാജാവിന് ആ ക്ഷേത്രത്തിൽ എത്ര അവകാശമുണ്ടെങ്കിലും ആ ബന്ധുമിത്രാദികൾ ആ മരണത്തിൻ്റെ ആ സമയത്ത് പുല ആചരിക്കണം. ക്ഷേത്രപ്രവേശനം അവർക്കും അനുവദിക്കില്ല. ഈ ശവം ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ല. സമാധിയായി എന്ന് പറഞ്ഞ് അവിടെ കുഴിച്ചിടാൻ പറ്റുമോ? ഇല്ല. അല്ലേ? കുഴിച്ചിടാൻ പറ്റുമോ? ഇന്ന് നടന്നില്ലെങ്കിൽ ഇന്നലെ നടന്നെന്ന് വിചാരിക്കാൻ പറ്റുമോ? ഇന്ന് നടക്കില്ലെങ്കിൽ ഇന്നലെ നടക്കുമോ? ഇല്ല. അപ്പോൾ എന്താണ് നമ്മുടെ ആചാര്യന്മാരെ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത്? എന്താണ് സമാധി? ആരെങ്കിലും മരിച്ചാലേ ക്ഷേത്രത്തിൽ അടക്കം ചെയ്യൂ. ക്ഷേത്രങ്ങൾ ദേവാലയമാണ്, പ്രേതാലയമല്ല. മഹാക്ഷേത്രങ്ങളെല്ലാം സമാധി സ്ഥാനങ്ങളാണ്. എങ്ങനെയുള്ളവരുടെ? വൈഷ്ണവ തുല്യരായിട്ടുള്ള സമമായിട്ടുള്ള ധീയുള്ളവരുടെ, അത്രയും സാത്വികരായിട്ടുള്ളവരുടെ പ്രവേശനങ്ങൾ ഉള്ള ഇടങ്ങളാണ്. അവരെല്ലാം മരിക്കുമ്പോൾ കൊണ്ട് അടക്കം ചെയ്യുന്ന ഇടങ്ങളല്ല എന്ന് അറിയണം. ഇത്തരം തെറ്റായിട്ടുള്ള പ്രചരണങ്ങൾ വളരെ ദൂഷ്യം ചെയ്യുന്നതാണ്. സമാധി എന്ന പദം തെറ്റായിട്ട് ഉപയോഗിക്കുന്നു. അത് മരണമല്ല. സമാധി മരണമല്ല. ജീവലോകത്തിൻ്റെ എല്ലാം മൂലപിതൃവായിരിക്കുന്ന മഹാവൈഷ്ണവ ശക്തിയുടെ, മഹാവിഷ്ണുവിൻ്റെ ആ ധ്യാനാവസ്ഥയിലുള്ള ഏറ്റവും ശ്രേഷ്ഠ പദം, സമമായി കാണുന്ന ബുദ്ധിയോട് കൂടിയിട്ടുള്ള അവസ്ഥയാണ് സമാധി. അത് ജ്ഞാനത്തിൽ നിന്നാകുന്നു. അത് ജീവനുണ്ടെങ്കിൽ മാത്രം സാധ്യമാകുന്ന ഒരു യോഗാതലമാകുന്നു. ധ്യാനത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു തലമാകുന്നു. മരണശേഷം സംഭവിക്കുന്ന ഒരവസ്ഥയല്ല അത്. ഇപ്പോൾ നമ്മളുടെ ക്ഷേത്രങ്ങളിൽ, ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിലെ ഏത് തന്ത്രി മരിച്ചാലും ഏത് രാജാവ് മരിച്ചാലും മൃതദേഹം നമ്മുടെ ക്ഷേത്രഭൂമികളിൽ കയറ്റുകയില്ല എന്ന് മാത്രമല്ല, അവരുടെ ബന്ധുമിത്രാദികൾക്ക് പുല ആചരിക്കുന്ന ദിവസം ക്ഷേത്രത്തിൽ പ്രവേശനവും ഉണ്ടായിരിക്കുകയില്ല. അഷ്ടാംഗയോഗത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഉയർന്ന തലമാണ് സമാധി. ആ ബുദ്ധിയുടെ അത്തരം ഉയർന്ന തലത്തിലേക്ക് എത്താനായിട്ട് ആരും മരിക്കേണ്ടതുമില്ല. അറിഞ്ഞിരിക്കേണ്ടത് ഇതാണ്: ശബരിമല ഉൾപ്പെടെയുള്ള ഒരു ക്ഷേത്രഭൂമിയും ശവപ്പറമ്പുകളല്ല, ശിവദേഹങ്ങളാണ്, ശിവദേശങ്ങളാണ്. പ്രോഗ്രാം സ്പോൺസർഡ് ബൈ മൂഴിക്കരോട്ട്.